ഹലോ, ഇന്ന് നമ്മളിവിടെ പരാമർശിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടിനെ കുറെ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രമേഹം എന്ന ഷുഗറിനെ എങ്ങനെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റാം, എങ്ങനെ വരാതെ ശ്രദ്ധിക്കാം. ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ മാത്രം മതി. എന്തിനാ നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കുന്നത്? ചോറിൽ നിന്ന് ചപ്പാത്തിയിലോട്ട് മാറുക, നിങ്ങളുടെ ഷുഗർ പടപടയെന്ന് കുറയും. ഞാൻ എന്തുകൊണ്ട് ഇത്ര കഷ്ടപ്പെട്ട് സംസാരിക്കുന്ന അറിയോ? ഞാൻ സംസാരിക്കുന്ന പാലക്കാടൻ ലോക്കൽ ലാംഗ്വേജ് ആണെന്ന് കുറച്ച് പേര് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കേട്ടറാണെന്ന് നോക്കില്ല, കൊട്ടാണ്ടി അടിച്ച് പൊട്ടിക്കുന്നതാണ്. ഹലോ ദോസ്തോ, അപ്പോ ഇന്നത്തെ കാര്യം ഡയബറ്റീസ് വെച്ചാൽ എന്താണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് വെച്ചാൽ എന്താണ്, അതിന്റെ സയൻസ് എന്താണ് ഒന്നുമല്ല പറയാൻ പോണത്. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാ, ഷുഗർ കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾക്ക് ഷുഗർ വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ വിചാരിച്ചു. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ ഞാൻ അത്ര വലിയ പഠിപ്പാളിയോ അല്ലെങ്കിൽ നിനക്കെന്താടാ യോഗ്യത എന്ന് കുറച്ച് പേർക്ക് തോന്നിണ്ടാവാം. പക്ഷേ നന്നായി പഠിച്ച് യോഗ്യതയുള്ള ഡോക്ടർമാർ കുറെ കാലമായിട്ട് കൂവി കൂവി നമ്മുടെ മരമണ്ടന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് പോലും നമ്മുടെ സമൂഹത്തിന് ഒരു വെളിവും വെള്ളിയാഴ്ച വന്നിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയോ? നമ്മുടെ ആൾക്കാർക്ക് കാർബോഹൈഡ്രേറ്റ് എന്താണ്, ഫാറ്റ് എന്താണ്, പ്രോട്ടീൻ എന്താണെന്നുള്ള ബേസിക് നോളജ് പോലും ഇല്ല. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത്, ഇപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത്, അവർക്ക് എന്താണ് ഈ പ്രശ്നം, അതൊക്കെ അറിയുന്നത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ കാര്യം സിമ്പിളായിട്ട് ഇതെങ്കിലും നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞു വെക്കണം. അതൊന്നും ആലോചിച്ച് ടെൻഷൻ എടുക്കില്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വെറുതെ ഒരു ടെസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ആലോചിച്ചാലേ നിങ്ങൾ മൈൻഡിൽ വരും. നമ്മുടെ വീട്ടിൽ നേര് പോയിട്ട് ഇന്ന് കടലക്കറിയും ചോറ് വന്ന് മാത്രം മൈൻഡിൽ വിചാരിക്കുക. 4 കരണ്ടി കടലയും 4 കരണ്ടി കരടിയും 4 കരണ്ടി. ഇനി ജയിக்கிறதும் തോക്കறதும் ഓങ്കര தான்டா இருக்கு. ஜெயிச்சிடுவல்ல சாமி. കടലയും ഒരു കരണ്ടി ചോറും കൂടി കഴിച്ചു നോക്ക്. അമ്മ നേര് വരും. വന്നിട്ട് ഇത്രയും കടല കഴിച്ചാ എനിക്ക് ചോറ് കഴിക്കാൻ ഓർഡറാ വൈകിട്ട് സ്ഥലം. മര്യാദ ചോറ് കഴിച്ചിട്ട് പിന്നെ കൂട്ടാൻ വെക്കണം. പക്ഷേ ഫ്ലോ പോയി. അങ്ങനെ വളർന്ന ഒരു സമൂഹമാണ്. പിന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഫുഡ് റൊട്ടീനിൽ 80% കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. കാർബോഹൈഡ്രേറ്റ് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഗ്ലൂക്കോസ്, അങ്ങനെയും പറയില്ല, സിമ്പിളായിട്ട് കാർബോഹൈഡ്രേറ്റ് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട കാര്യം അരിയും ഗോതമ്പും. അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണവും ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് കാർബോഹൈഡ്രേറ്റ് വെച്ചാൽ. കുറേ എല്ലാത്തിനും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് എന്താണ്? അരി ഭക്ഷണവും ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണവും. ഓക്കെ, ഷുഗർ നിങ്ങൾ മൈൻഡിൽ വെക്കാൻ വേണ്ട, അതെന്തായാലും കഴിക്കാൻ പാടാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ് വെച്ചാൽ അരിയും ഗോതമ്പും, ഇത് രണ്ടിലുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് ഏറ്റവും കുറവ് ആവശ്യം കാർബോഹൈഡ്രേറ്റ് ആണ്. മനസ്സിലായി. അപ്പൊ ഇത് എന്തിന്റെ ബേസിൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ ICMR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുറത്തുവിട്ട ഒരു സ്റ്റഡീസിൽ ഒരു 20,000 ആൾക്കാരനെ വെച്ചിട്ട് ഡയബറ്റീസ് പ്രിവലൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് നടത്തി. അതില് ഗ്ലൈസമിക് ഇൻഡെക്സ് അല്ല, ഗ്ലൈസമിക് ലോഡ്. അതായത് ഇപ്പൊ ചോറ് മാറ്റി ചപ്പാത്തി കഴിച്ചാൽ ചപ്പാത്തി ദഹിക്കാൻ കുറെ സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് നമ്മുടെ ഷുഗർ കുറയല്ലോ, ഇങ്ങനെ ഒരു വിശ്വാസം കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇതില് കാര്യമില്ല. ഇതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഷുഗർ ലെവൽ വർക്ക് ആവണത്. ഗ്ലൈസമിക് ലോഡ്, അതായത് നമ്മൾ എത്ര കാർബോഹൈഡ്രേറ്റ് കഴിക്കണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഷുഗർ ലെവൽ വർക്ക് ആവുക. അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്തിനാണ് ഫുഡ് കഴിക്കുന്നത്? എനർജിക്ക് വേണ്ടിയിട്ട്. ഈ എനർജി എന്തിനാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്. അതായത് ചോറ് ഭക്ഷണം, അരി ഭക്ഷണവും ഗോതമ്പ് ഭക്ഷണത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാലം എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇനി 2 സാധനം കൂടി പറഞ്ഞില്ല, പ്രോട്ടീനും ഫാറ്റും. ഇത് രണ്ടിൽ നിന്നും നമുക്ക് എനർജി കിട്ടും. ഈ രണ്ടും നമുക്ക് നല്ല ആവശ്യമാണ്. ഈ കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ട് ഇതിൽ കിട്ടുന്ന കാര്യങ്ങൾ കിട്ടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ എക്സാമ്പിൾ എടുത്താൽ മതി. ചോറും കടലക്കറിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ കടലക്കറിയിലുള്ള സാധനങ്ങളില്ലേ, അതിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങളില്ലേ, അതാണ് നമ്മുടെ ബോഡി ഇപ്പൊ മസിൽ കൂട്ടാനും എല്ലിന്റെ സ്ട്രെങ്ത്തിനും, അങ്ങനത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലിന്റെ സ്ട്രെങ്ത് എല്ലാത്തിനും ആവശ്യം ഈ കടലയിലുള്ള സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കടല കുറച്ചും ആവശ്യമേ ഇല്ലാത്ത എനർജി മാത്രം തരുന്ന ചോറ് കൂടുതലാണ് കഴിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാവണ്ട. അപ്പോൾ നമുക്ക് ഷുഗർ ഉണ്ട്, നമ്മളിത് കുറച്ച് കഴിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ മക്കളിനെ ഷുഗർ വരുത്താൻ വേണ്ടിയാണ് പ്രേരിപ്പിക്കുന്നത് നമ്മളെ.
അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. സോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോട്ടീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോട്ടീൻ എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. മുട്ട, അതേപോലെ ഈ കടല, അങ്ങനത്തെ സാധനങ്ങൾ. അതിലും കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ ഇതൊക്കെ വരട്ടെ. മുട്ട, പിന്നെ കടലക്കറി, ചിക്കൻ. പിന്നെ ഇതൊന്നും കഴിക്കാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സോയ, മിൽക്ക് ബേസ്ഡ് ഫുഡ് ഇതൊക്കെ കഴിക്കുക. പിന്നെ ഇതൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുമാനെ, ഇതൊക്കെ നല്ല കാശല്ലേ എന്ന് കുറെ പേര് തോന്നിയിട്ടുണ്ടാവും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇത് ഇങ്ങനെ ശീലിച്ചുകൊണ്ടാണ്. ഇനിയൊരു കാര്യം, നമ്മൾക്ക് ഇന്ത്യയിൽ പൊതുവെ കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ മക്കൾക്ക് നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കും, നല്ല ഷൂ വെച്ച് കൊടുക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിട്ട് അവനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ട്. നല്ല വീട് കെട്ടണം, നല്ല കാർ മേടിക്കണം. പക്ഷേ നമ്മൾ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നത് അവന്റെ ഹെൽത്തിനാണ്, നമ്മുടെ ഹെൽത്തിനാണ്. നമ്മൾ നന്നായി ചുമരുണ്ടെങ്കിൽ എല്ലാം വേറെ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഫുഡ് കഴിക്കുക, വലിയ കാര്യമൊന്നുമില്ല. 1 കിലോ ചിക്കൻ എടുത്തിട്ട് 100 ഗ്രാം കഴിച്ചാൽ മതി ഒരു നേരത്തേക്ക്. വലിയ ചെലവുള്ളതല്ല. ഒരു കിലോ ചിക്കൻ മാക്സിമം 250 റുപ്യ എന്ന് വെച്ചാൽ 100 ഗ്രാമിന് എത്ര, 25 മാക്സിമം പോട്ടെ. അത് വെള്ളമൊക്കെ പോയിട്ട് 30 രൂപ എന്ന് വെക്കട്ടെ. ഒരു നേരം 30 രൂപ, ഒരു ദിവസം 30 രൂപ എങ്കിലും മക്കൾക്ക് വേണ്ടി മുടക്കിയാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ആദ്യം ഹെൽത്താണ് ശ്രദ്ധിക്കേണ്ടത്. പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുക, പ്രോട്ടീനും ഫൈബറും അതുപോലത്തെ നല്ല ഫാറ്റ്. പിന്നെ സെക്കൻഡറി ആയിട്ട് നമ്മളില്ല, സെക്കൻഡറി അല്ല, ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൊണ്ടുവന്നാൽ മതി. ചോറ് ചട്ടിയായിട്ട് ഉണ്ണാൻ കൊടുക്കണ്ട. പിന്നെ കുറെ പറയാനുണ്ട്, സയന്റിഫിക് ആയിട്ട് പോയ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ബോറടിക്കും. ഈ 4 മിനിറ്റ് ഫുള്ളായിട്ട് കാണില്ല. പ്രോട്ടീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, നന്ദി.